അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് PIBയുടെ ഫിലോസഫിയാണ്. ഇനി ലീഡ് IAS എങ്ങനെയാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് ചോദിച്ചാൽ, ഇത്തവണ തൊട്ട് ബൗൺസ് ബാക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ PIB ക്ലാസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർമൽ ഒരു ക്ലാസ്സിന് ഉപരി ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ എന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ്സുകൾ അക്കാഡമിക് പ്രോഗ്രാമിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ആഴ്ചയിൽ 2 അതിലധികമോ ക്ലാസ്സുകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. ഹായ് ഓൾ, നമ്മുടെ UPSC 2026 പ്രിലിംസ് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് PIB എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല സംശയങ്ങളുണ്ടാവാം. എനിക്ക് തോന്നുന്നു ആ സംശയങ്ങൾ 3 ചോദ്യങ്ങളിലേക്ക് നമുക്ക് ചുരുക്കാൻ കഴിയും. എന്തുകൊണ്ട് നമ്മൾ PIB വായിക്കണം, PIBയിൽ നിന്ന് എന്ത് വായിക്കണം, അതെങ്ങനെ വായിക്കണം? സോ 3 ചോദ്യങ്ങളാണ്. വൈ PIBയിൽ നിന്ന് എന്ത് വായിക്കണം, ആൻഡ് ഹൗ, എങ്ങനെ വായിക്കണം. സോ ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയി ഞങ്ങൾ വന്നിട്ടുള്ളത്. വൈ എന്ന ചോദ്യം നമുക്ക് ആദ്യം എടുക്കാം. കാരണം എന്താണ്, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളിലെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രിലിംസിനായിക്കോട്ടെ, മെയിൻസിനായിക്കോട്ടെ, ഇൻ്റർവ്യൂവിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ഗവൺമെൻറ് സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ PIB നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ്. കാരണം ഗവൺമെൻറ് സ്കീംസുകളായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് PIB എന്നാണ്. രണ്ടാമത്തെ എന്താണ്, PIB UPSC തന്നെ ഉപയോഗിക്കുന്ന ഒരു സോഴ്സാണ്. നമുക്കറിയാം, UPSCയുടെ ചെയർമാൻ തന്നെ പറയുകയുണ്ടായി, പ്രസ് റിലീസിൽ നിന്നും ഞങ്ങൾ ചോദ്യങ്ങൾ ഇടാറുണ്ട് എന്ന് UPSC ചെയർമാൻ പറയുന്നുണ്ടായി. മൂന്നാമത്തെ എന്താണ്, PIBയുടെ ആത്യന്തികമായിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ് കോമൺ പീപ്പിളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായ ഭാഷയിലായിരിക്കും PIBയിലെ ആർട്ടിക്കിൾസ് എല്ലാം എഴുതുന്നത്. സോ നമുക്ക് വളരെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് ആയിരിക്കും PIB എന്ന് പറയുന്നത്. നാലെന്താണ്, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കവറേജ് ആയിരിക്കും നമുക്ക് PIB എന്ന് കിട്ടുക. ഫോർ എക്സാമ്പിൾ, എല്ലാ വർഷവും ആ വർഷാന്ത്യം ഓരോ മിനിസ്ട്രീസും അവരുടെ സ്കീംസിനെ കുറിച്ചൊക്കെ വളരെ എലാബറേറ്റ് ആയിട്ട് മെറ്റീരിയൽസ് നമുക്ക് തരാറുണ്ട്. സോ അത് നോക്കിയാൽ തന്നെ ആ മിനിസ്ട്രിയുടെ എല്ലാ മെറ്റീരിയൽസും ഒരൊറ്റ സോഴ്സിൽ നമുക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് കിട്ടും. അഞ്ചാമത്തെ എന്താണ്, നമുക്കൊരു ബ്രോഡർ പെർസ്പെക്റ്റീവ് കിട്ടും. ഓവർ ദ പീരീഡ് നമ്മൾ PIB വായിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എങ്ങനെയാണ്, ഇനി എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എനർജി ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് എന്താണ് അടുത്ത 10 വർഷത്തേക്ക് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവ് നമുക്ക് കിട്ടും. സോ ഈ 5 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് PIB വായിക്കണം എന്ന് നമ്മൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു. ഇപ്പോൾ PIBയുടെ ഒരു ആർട്ടിക്കിളിൻ്റെ അവർ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ലിങ്കുകളാണ്. അപ്പോൾ 10 അതിലധികമോ ലിങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സുകളിൽ നിന്ന് ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷനാണ് അവർ ഒരു ആർട്ടിക്കിളായിട്ട് നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ അത്രയും വലിയൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡേറ്റയാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് PIB നമുക്ക് തരുന്നത്. ഇനി കഴിഞ്ഞ പ്രിലിംസിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അറിയാം, അത് വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മൂന്നാമത്തത് പ്രത്യേകം നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഓഫ് ഇന്ത്യയെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ PIBയിൽ ഇങ്ങനെ വരുന്ന ഒരു ഇൻഫോഗ്രാഫിക് നോക്കുക, ഇവിടെ 50 mmD ഗ്രീൻ ഹൗസ് എമിഷൻസ് എന്ന് PIB കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ച ഒരാൾക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് UPSC ചോദ്യങ്ങളിൽ PIBയുടെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡീപ്പ് ഓഷൻ മിഷൻ നോക്കുക. ഇതിലും PIB വളരെ എംഫസൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ള 3 കാര്യങ്ങളാണ് UPSC ചോദിച്ചിട്ടുള്ളത്. സോ PIB എന്ന് വരുന്ന അതേ കാര്യങ്ങൾ UPSC ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സാധാരണ ഇവിടെ മിനിസ്ട്രിയുടെ പേരും കൂടെ എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഓക്കെ, ഇത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ആർട്ടിക്കിളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ്, നിങ്ങൾ താനെ ആ മിനിസ്ട്രിയും കൂടി അവിടെ പഠിച്ചു പോവുകയാണ്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത 2 ചോദ്യങ്ങളിലേക്ക് പോകുന്നു. എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം. ഇതിൻ്റെ രണ്ടിലും നമുക്ക് ഏറ്റവും അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത് PYQസിലാണ്. കഴിഞ്ഞ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൽ UPSC എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഏത് ഏരിയ ആണ് കൂടുതൽ ഫോക്കസിൽ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഏരിയ ആണ് സർഫസ് ലെവലിൽ ചോദിച്ചിട്ടുള്ളത് എന്നൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തായിരിക്കണം നമ്മൾ PIB വായിക്കേണ്ടത്. രണ്ടാമത്തെ എന്താണ്, PIB ആർട്ടിക്കിൾസ് നിങ്ങൾ എപ്പോഴും വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു റീഡറിൻ്റെ പെർസ്പെക്റ്റീവ് വായിക്കുക, ദെൻ ഒരു ക്വസ്റ്റ്യൻ സെറ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ കൂടെ വായിക്കാൻ ശ്രമിക്കുക. ഞാൻ അതിന് ഉദാഹരണമായിട്ട് ഒരു ആർട്ടിക്കിൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ആർട്ടിക്കിൾ പറയുന്നത് അഗ്നികൂൾ ലോഞ്ചസ് വേൾഡ്സ് ഫസ്റ്റ് റോക്കറ്റ് വിത്ത് ഫുള്ളി 3D പ്രിന്റഡ് എഞ്ചിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സംശയം തോന്നും, എന്താണ് അഗ്നികൂൾ എന്ന് സംശയം തോന്നും. അപ്പോൾ അതിനുള്ള ആൻസർ ഈ ആർട്ടിക്കിൾ തന്നെ തരുന്നുണ്ട്. അത് IIT മദ്രാസ് ഇൻക്യുബേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. രണ്ടാമത് നമുക്ക് 3D പ്രിന്റഡ് എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ എന്താണ് 3D പ്രിൻറ്റിംഗ് എന്ന് നമ്മൾ ഫർദർ ആയിട്ടൊന്ന് നോക്കും. ഓക്കെ, 3D പ്രിൻറ്റിംഗ് എന്ന അഡിറ്റീവ് പ്രിൻറ്റിംഗ് ആണ്. ആ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഫറൻസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഇൻസ്പേസ് എന്നൊരു ബോഡിയെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സെറ്ററിൻ്റെ മനസ്സിൽ ഇൻസ്പേസ് എന്നൊരു കാര്യം പറയുന്നുണ്ട്, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യം ആസ്പിരൻ്റ് അറിയാമോ എന്നുള്ളൊരു നാച്ചുറൽ ക്യൂരിയോസിറ്റി ആ
ക്വസ്റ്റ്യൻ സെറ്ററിൻ്റെ മൈൻഡിലുണ്ടാവും. പിന്നെ നമുക്കൊരു കാര്യം, ഇപ്പോൾ അഗ്നികൂലിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്, അവരുടെ ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച്. അതൊരു പ്രൈവറ്റ് സ്പേസ് കമ്പനിയാണ്, ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അഗ്നികൂലിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനി ഇന്ത്യയിലുണ്ടോ എന്നുള്ളതും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് നിന്ന് നിങ്ങൾ ഈ ഒരു മുന്നോട്ട് നോക്കുമ്പോൾ UPSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യവും അതേ പേഴ്സ്പെക്റ്റീവ് നിന്നാണ്. ഇൻസ്പേസ് ഒരു ആസ്പിരൻ്റ് അറിയാൻ പറ്റുമോ, അഗ്നികൂലിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി ചോദിച്ചിട്ടുണ്ട്, ദെൻ സ്കൈറൂട്ട് എയറോസ്പേസ് എന്നുള്ള അടുത്ത സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ ഓരോ ആർട്ടിക്കിൾസും വായിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ സെറ്റർ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊരു പേഴ്സ്പെക്റ്റീവ് നിങ്ങളുടെ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് PIBയുടെ ഫിലോസഫിയാണ്. ഇനി ലീഡ് IAS എങ്ങനെയാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് ചോദിച്ചാൽ, ഇത്തവണ തൊട്ട് ബൗൺസ് ബാക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ PIB ക്ലാസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 2 അതിലധികമോ ക്ലാസ്സുകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. പക്ഷേ നോർമൽ ഒരു ക്ലാസ്സിന് ഉപരി ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ എന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ്സുകൾ അക്കാഡമിക് പ്രോഗ്രാമിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ താങ്ക് യു.